എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ ഒരു റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ +2 സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അതായത് ജയിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളതും അതുപോലെ ഇനി എപ്പോഴാണ് നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരിക്കും. അത് ജസ്റ്റ് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സബ്ജക്റ്റിന് ഈ ഒരു രീതിയിലാണ് മാർക്ക് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷയത്തിന്, അതായത് നിങ്ങൾക്കിപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുക. അതായത് CE മാർക്ക്, അതുപോലെ PE മാർക്ക്, അതുപോലെ TE മാർക്ക്. CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷനും, അതുപോലെ PE എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അതുപോലെ TE എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഇവാലുവേഷൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചുള്ളത്. അതുപോലെ ഫസ്റ്റ് ഇയർ ഗ്രേസ് മാർക്ക് ഇൻക്ലൂഡിങ് ഇൻ TE, അതായത് നിങ്ങൾക്ക് TE മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് TE അല്ല, ഈ ഒരു ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്ത് മാർക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ സെക്കൻഡ് ഇയർ ഗ്രേസ് മാർക്ക് ഇൻക്ലൂഡഡ് ഇൻ TE ഓർ PE എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാം. ജസ്റ്റ് ഈ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഗ്രേസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ ആ ഒരു മാർക്കൊന്നും കാണാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ രീതിയിലാണ് മാർക്ക് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയുള്ള TE മാർക്ക് എന്ന് പറയുന്നത് 120 മാർക്കാണ്. അതായത് ഈ ഒരു 2 വർഷത്തെയും കൂട്ടിയുള്ള ടോട്ടൽ മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സേ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കിൽ നിന്നും നിങ്ങളുടെ +1 ആ ഒരു TE മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട്, അതായത് എത്ര മാർക്കാണ് ഈ ഒരു സേ പരീക്ഷയിൽ ലഭിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര മാർക്കാണ് കിട്ടിയത് അതിൽ നിന്നും +1 ലഭിച്ച TE മാർക്ക് കുറച്ചാൽ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 120 ആ ഒരു സബ്ജക്റ്റിൻ്റെ ഈ ഒരു ടോട്ടൽ വരുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള നിങ്ങളുടെ സ്കോർ വേണ്ടത് നിങ്ങൾക്ക് 36 മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു 160 മാർക്ക് വരുന്നത്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ 160 ഇവിടെ മാർക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ, അതായത് 160 മാർക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 27 മാർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 160 നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് ഇവിടെ 48 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുക. അതുപോലെ തന്നെ 120 മാർക്കിൻ്റെ വിഷയത്തിൽ ഇവിടെ 29 കിട്ടിയത്. പക്ഷേ 120 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 36 മാർക്ക് വേണം. അതായത് ടോട്ടൽ എന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ ഒരു വിഷയത്തിൽ ജയിക്കാനായിട്ട് ഒരു വർഷം വേണ്ടത് 24, 2 വർഷം കൂട്ടുമ്പോൾ ഈ ഒരു, അതായത് 80 മാർക്കിൻ്റെ വിഷയത്തിൽ 2 വർഷം കൂട്ടുമ്പോൾ 160 വരിക. അപ്പോൾ 48 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 120 മാർക്ക് എന്ന് പറയുമ്പോൾ 60 മാർക്കാണ്. അപ്പോൾ ഒരു വർഷം 60 അപ്പോൾ 60 നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാൻ വേണ്ടത് ഈ ഒരു 18 മാർക്കും 2 വർഷം കൂട്ടുന്ന സമയത്ത് 36 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എത്ര മാർക്കാണ് കുറവുള്ളത് എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് അടുത്ത +2 പരീക്ഷ എഴുതുന്ന സമയത്ത് ഡബിൾ പാസ് മാർക്ക് തന്നെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ജയിക്കാനുള്ള മാർക്ക് വായിക്കുക എന്നുള്ളതിൽ ഉപരി ഡബിൾ പാസ് മാർക്കെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറഞ്ഞ മാർക്ക് വായിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡബിൾ പാസ്സൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പെർസെൻറ്റേജ് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഉപകാരപ്രദവും ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ കുറച്ച് മാർക്ക് വായിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് +2 ജയിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾ കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപേക്ഷകൾ കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ ഉപകാരപ്പെടും. കാരണം അധിക കോഴ്സുകൾക്കും 50% മാർക്ക് +2 വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ കൂടുതൽ മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ജയിക്കണം എന്നുള്ളതിൽ ഉപരി കൂടുതൽ മാർക്ക് വായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പഠിച്ച് ഓരോ വർഷവും ഡബിൾ പാസ് മാർക്ക് വീതം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 17 വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. ഓൾറെഡി അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഫോം സ്കൂളിൽ കിട്ടുന്നതാണ്. റീവാലുവേഷന് 500 രൂപയും സ്ക്രൂട്ടനിക്ക് 100 രൂപയും അതുപോലെ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു +2 ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി എപ്പോഴാണ് നിങ്ങൾക്കുള്ള പരീക്ഷയുടെ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത് നോക്കാം. ഈ വർഷം മുതൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തില്ല എന്നുള്ളത് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ +1 അത് സെപ്റ്റംബറിൽ നടത്തുന്നില്ല. അതിന് പകരം +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് +1 ഇംപ്രൂവ്മെൻറ്റ് നടത്തുക എന്നാണ് നിലവിലുള്ള തീരുമാനം. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾക്ക് എഴുതി ജയിക്കേണ്ട പരീക്ഷകൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് +1 പബ്ലിക് എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് +2 പബ്ലിക് എക്സാമിനേഷനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ +1 സബ്ജക്റ്റ് മാത്രമാണ് തോറ്റതെങ്കിൽ നിങ്ങൾ +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുക.
+2 മാത്രമാണ് തോറ്റിട്ടുള്ളതെങ്കിൽ നിങ്ങൾ +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതുക. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു കാര്യം പറയുമ്പോഴുള്ള സംശയമായിരിക്കും, നിങ്ങൾ +2 സേ പരീക്ഷയിലെ എഴുതേണ്ടത്, അല്ലാതെ പബ്ലിക് എക്സാമിനേഷൻ അല്ലല്ലോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടി പറയാം. +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് +2 സേ പരീക്ഷയ്ക്ക്, സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുക. അതായത് +2 2025 നടക്കുന്ന പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് സാധിക്കുന്നത് ആയിരിക്കില്ല. +1 പബ്ലിക് എക്സാമിനേഷൻ +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് വർഷത്തെ സബ്ജക്റ്റാണ്, +1 സബ്ജക്റ്റ് മാത്രമേ തോറ്റുള്ളൂവെങ്കിൽ ആ ഒരു +1 സബ്ജക്റ്റ് മാത്രം പരീക്ഷ എഴുതിയാൽ മതിയാകും. എന്നാൽ +2 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ ആ ഒരു +2 സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതിയാകും. +1ഉം +2ഉം രണ്ടും തോറ്റിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി +1ൽ ഒരു 4 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ +2ൽ ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 5 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് പ്രധാനമായിട്ടും ജയിക്കാൻ സാധിക്കുന്ന 2 മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതി കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, അതുപോലെ +2 പബ്ലിക് എക്സാമിനേഷൻ കൂടി എഴുതി കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ എഴുതുകയും അതിൽ നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുക. ഡബിൾ പാസോ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2 പബ്ലിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷനോ ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അടുത്ത മാസത്തോടെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ്. കാരണം അടുത്ത മാസമോ അല്ലെങ്കിൽ അതിനടുത്ത മാസമാണ് വരിക. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ, ഈ ഒരു എക്സാമിനേഷൻ്റെ സർക്കുലർ സാധാരണഗതിയിൽ ജനുവരിയിലാണ് മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരിയിൽ അലോട്ട്മെൻറ്റിന്, അതായത് ഈ ഒരു പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് കരുതിയിരുന്നവരൊക്കെ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത മാസമോ അല്ലെങ്കിൽ അതായത് ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ ആണ് ഈ വർഷത്തെ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയല്ല +2 പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ തന്നെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സമയം, ആ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ +2 ഫെയിൽഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 225 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.